ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് എൻ്റെ മോളെ ജനിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് തടി വെച്ചായിരുന്നു. വണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ എനിക്ക് 54 കിലോയാണ് ഉണ്ടായിരുന്നത്. ഡെലിവറിക്ക് ശേഷം അത് 75 കിലോ ആയിട്ട് ഉയർന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എനിക്ക് എത്രത്തോളം തടി വെച്ചിട്ടുണ്ടാവുന്നു. മുഖമൊക്കെ അങ്ങ് വീർത്ത് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും എനിക്ക് ഇടാൻ പറ്റാണ്ടായി. എനിക്കിഷ്ടം ജീൻസും ടീഷർട്ട്സും ഒക്കെ യൂസ് ചെയ്യാനാണ്. അതൊന്നും ഇടാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ടായി തുടങ്ങി എനിക്ക്. അതേപോലെ തന്നെ ഞാൻ സാരി പിന്നെ ചുരിദാർ അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 2 മാസം മുന്നേ ഒരു മിറാക്കൽ ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങി. മിറാക്കൽ ഡ്രിങ്ക് എന്ന് പറയാൻ കാരണം അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാറ്റ് എക്സസ് ആയിട്ടുള്ള ഫാറ്റൊക്കെ ബേൺ ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്താട്ടോ. ഈ വണ്ണം കുറയ്ക്കണതിന് ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ യൂട്യൂബൊക്കെ നോക്കി കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ പരീക്ഷിച്ച് നോക്കിയായിരുന്നു. അതിൽ ചിലതൊക്കെ എനിക്ക് പറ്റിയില്ല. അതായത് ഇഞ്ചി, നാരങ്ങ, പിന്നെ തേനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രിങ്കൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് ചെറുതായിട്ട് വയറിന് പണിയൊക്കെ കിട്ടി. അപ്പോൾ അതാണ് ഞാൻ അത് ഉപേക്ഷിച്ചു. അതിന് ശേഷം ചിലർക്ക് ഇഞ്ചിയൊന്നും പറ്റത്തില്ലല്ലോ, എനിക്ക് ഇഞ്ചി പറ്റിയില്ല. അപ്പോൾ ഇഞ്ചി കൂടിപ്പോയി തോന്നണം, അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പോൾ അതാണ് ഞാനത് ഉപേക്ഷിച്ചു. അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ മിറാക്കൽ ഡ്രിങ്ക് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. ഇത് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്നും നോക്കാം. ഇനി അധികം സമയം കളയാതെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറുജീരകം, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ, ദെൻ നമുക്ക് വേണ്ടത് 2 കഷ്ണം കറുവാപ്പട്ട. ഇത് 3 ഇൻഗ്രീഡിയൻസുമാണ് നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ കൂടാതെ 2 ഗ്ലാസ് വെള്ളം വേണം. ഇത് 2 ഗ്ലാസ് വെള്ളത്തിനുള്ള അളവാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് 3. അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം. കറുവപ്പട്ടയുടെ യൂസ് നിങ്ങൾക്കറിയായിരിക്കും. കറുവപ്പട്ട നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടിയിട്ട് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ജീരകം നമ്മുടെ വയറിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ഔഷധമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫാറ്റ് ബേൺ ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അല്ലേ. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടിയിൽ പതുക്കെ തീ കത്തിച്ചു കൊടുക്കാം. യെസ്, ഇതാ നോക്കൂ, നമ്മുടെ വെള്ളം ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ 3 ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യണം. നമ്മളിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നതെങ്കിൽ അതിൻ്റെ ഹാഫ് ആവുന്നവരെ, അതായത് 1 ഗ്ലാസ് ആവുന്നവരെ, 1 ഗ്ലാസ് ആവുന്നവരെ ഇത് നന്നായിട്ട് തിളപ്പിക്കണം. സോ നമ്മുടെ ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി. അതിനുശേഷം നമ്മുടെ ഗ്രീൻ ടീയും ജീരകവും ഒന്ന് അടിയിലേക്ക് താഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചൂടൊക്കെ ഒന്ന് ആറി നമ്മുടെ ഡ്രിങ്ക് ഒന്ന് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ ടീയും കറുവാപ്പട്ടയും ജീരകവും എല്ലാം ഒന്ന് അടിയിലേക്ക് താഴ്ന്നതിന് ശേഷം നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പിന്നീട് നമുക്കത് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യം വരില്ല, അത് അരിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എൻ്റെ ഡയറ്റിങ്ങും എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 മാസം മുന്നേ ഈ ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുടിക്കുമ്പോഴും
പിന്നെ എക്സസൈസൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഈ ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മാസമായി, എക്സാക്ട്ലി 7 മാസമായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഈ ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിത് കുടിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് 75 കിലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വെയിറ്റ് 59 കിലോസാണ്. വളരെ വ്യത്യാസമുണ്ട് എനിക്ക്. ഇപ്പം ഞാൻ ഡയറ്റിങ്ങും എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫോട്ടോയിലൂടെ തന്നെ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി എൻ്റെ ഡയറ്റിങ് എന്താണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. സോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.